ഡിയർ സ്റ്റുഡൻസ്, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ ഡിപ്ലോമ എക്സാമിനേഷൻ ഏപ്രിൽ 2025 ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൊഡ്യൂൾ 1 വേവ് മോഷൻ, അതുപോലെ മൊഡ്യൂൾ 2 ഒപ്റ്റിക്സ്, ഈ രണ്ട് ഭാഗങ്ങളിലെയും ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്ലൈഡ് ഫിസിക്സ് 2 പാർട്ട് എ. പാർട്ട് എയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ പീരിയോഡിക് മോഷൻ എന്നുള്ളതാണ്. പീരിയോഡിക് മോഷൻ എന്താണെന്ന് നമുക്കറിയാം. തുടർച്ചയായ ഇടവേളകളിൽ ആവർത്തിച്ചു വരുന്ന ചലനങ്ങളെയാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ടൈം ഇൻ്റർവെൽ കഴിയുമ്പോൾ ആ ചലനം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള ചലനങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എഴുതാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് റൊട്ടേഷൻ ഓഫ് എർത്ത്, അതുപോലെ സിമ്പിൾ പെൻഡുലം, വെർട്ടിക്കൽ ഓസിലേഷൻ ഓഫ് ലോഡഡ് സ്പ്രിങ്, അങ്ങനെ ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ റൊട്ടേഷൻ ഓഫ് എർത്താണ്. റൊട്ടേഷൻ ഓഫ് അതർ പ്ലാനറ്റ്സ് എറൗണ്ട് ദ സൺ, അതും നമുക്ക് ഇതിന് എക്സാമ്പിളായിട്ട് എഴുതാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സൗണ്ട് വേവ്സ് ഹാവിങ് ഫ്രീക്വൻസി എബവ് 20 kHz ആർ കോൾഡ്. ഇത് വേവ് മോഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിലെ ക്വസ്റ്റ്യനാണ്. ഇവിടെ 20 kHz ഫ്രീക്വൻസിക്ക് മുകളിലുള്ള സൗണ്ട് വേവ്സിന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ചാണ് 20 Hz മുതൽ 20 kHz വരെയുള്ളത്. ഈ ഫ്രീക്വൻസിയുടെ ഇടയിലുള്ള ശബ്ദങ്ങൾ മാത്രമേ ഹ്യൂമൻ ഇയേഴ്സിന് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 20 Hz താഴെ വരുന്ന ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് സൗണ്ട് വേവ്സ് എന്ന് പറയും. അപ്പോൾ 20 kHz മുകളിൽ ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങളെ നമുക്ക് അൾട്രാസോണിക് വേവ്സ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ആൻസർ ശ്രദ്ധിക്കുക, അൾട്രാസോണിക് വേവ്സ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ റെഗുലർ റിഫ്ലക്ഷൻ എന്നാണ്. ഇത് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്. റെഗുലർ റിഫ്ലക്ഷൻ ഒരു എക്സാമ്പിൾ പറയാം. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് സ്മൂത്തായ ഒരു പ്ലെയിൻ സർഫസിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ആ സർഫസിൽ നിന്ന് സ്മൂത്ത് ആയിട്ടുള്ള പോളിഷ്ഡ് സർഫസിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ആ സർഫസിൽ നിന്ന് ബൗൺസ് ചെയ്യുന്നതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഈ റിഫ്ലക്ഷന് ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് റിഫ്ലക്ഷൻ ടേക്ക് പ്ലേസ് ഫ്രം മിറേഴ്സ് എന്നാണ്. മിററിൽ നിന്ന് സാധാരണ നമുക്കറിയാവുന്നതാണ് പ്ലെയിൻ മിറർ, അതുപോലെ സ്ഫെറിക്കൽ മിറേഴ്സ് ഉണ്ട്. സാധാരണ മിററിൽ നിന്നുള്ള റിഫ്ലക്ഷന് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നെയിം എനി വൺ ഡിഫക്ട്സ് ഓഫ് എ ലെൻസ്. ലെൻസിൻ്റെ ഡിഫക്ട്സിനെ കുറിച്ച് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ലെൻസിൻ്റെ ഏതെങ്കിലും ഒരു ഡിഫക്റ്റ്, അതിൽ സ്ഫെറിക്കൽ അബ്രേഷൻ ഉണ്ട്, ക്രോമാറ്റിക് അബ്രേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ഡിഫക്റ്റ് പറയാം. അതിൽ സ്ഫെറിക്കൽ അബ്രേഷനാണ് ഇവിടെ ആൻസറായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് ഈ 4 ക്വസ്റ്റ്യൻസാണ് മൊഡ്യൂള് 1 നിന്നും 2 നിന്നുമായിട്ട് പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് വേവ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ട്രാൻസ്വേഴ്സ് വേവ്സിനെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെയും തമ്മിൽ വേർതിരിച്ച് അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം, വാട്ട് ഈസ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും നമ്മുടെ മൊഡ്യൂൾ 1 ആയിട്ടുള്ള വേവ് മോഷനിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതെങ്ങനെയാണ് ആൻസർ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഇപ്പോൾ പാർട്ട് ബിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ട്രാൻസ്വേഴ്സ് വേവ്സും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ ദ വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം ഈസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്സ്. എന്ന് വെച്ചാൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മീഡിയത്തിലെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ എ ട്രാൻസ്വേഴ്സ് വേവ് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ട്രാൻസ്വേഴ്സ് വേവിൽ ഉണ്ടാകുന്നത് ക്രസ്റ്റുകളും ട്രഫുകളുമാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താണെന്ന് നോക്കാം. ദ വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം ഈസ് എലോങ് ഓർ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്സ്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനോട് പാരലൽ ആയിട്ടായിരിക്കും അവിടെ പാർട്ടിക്കിൾസ്, മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്.
എ ലോഞ്ചിറ്റ്യൂണൽ വേവ് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻസ്. ലോഞ്ചിറ്റ്യൂണൽ വേവ്സിൽ ഉണ്ടാകുന്നത് കംപ്രഷനും റെയർഫാക്ഷനുമാണ്. അപ്പോൾ ഇവിടെ 2 ഡിഫറൻസാണ് തന്നിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ അതിന് എക്സാമ്പിൾസ് ഉണ്ട്. ട്രാൻസ്വേഴ്സ് വേവ്സിന് നമുക്ക് ലൈറ്റ് വേവ്സ് എക്സാമ്പിളായിട്ട് എഴുതാം, വാട്ടർ വേവ്സ് എഴുതാം. ലോഞ്ചിറ്റ്യൂണൽ വേവ്സിന് സൗണ്ട് വേവ്സ് എക്സാമ്പിളായിട്ട് എഴുതാം. ഇങ്ങനെ ഇത്തരത്തിൽ 2-3 ഡിഫറൻസുകൾ എഴുതി വേർതിരിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇഫ് 2 or more waves overlap each other, the resultant wave's displacement is the algebraic sum of individual displacement of the constituent waves at any point and time. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് സൂപ്പർ പൊസിഷൻ വേവ്, 2 സൗണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 2 വേവ്സ്, സൗണ്ട് വേവ്സ് ആവണമെന്നില്ല, 2 വേവ്സ് കൂടിച്ചേരുമ്പോൾ, ഓവർലാപ്പ് ചെയ്യുക അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് ഫൈനലായി അവിടെ രൂപപ്പെടുന്ന വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അതിലെ ഓരോ ഇൻഡിവിജ്വൽ വേവിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അൾജിബ്രിക് സമ്മായിരിക്കും. എന്ന് വെച്ചാൽ ഒരു വേവ് മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുകയും പാർട്ടിക്കിളിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒന്നിലധികം വേവ്സ് ആ മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ വേവ് കാരണവും പാർട്ടിക്കിളിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ടോട്ടലായി അവിടെ രൂപപ്പെടുന്ന റിസൾട്ടൻ്റ് വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഓരോ ഇൻഡിവിജ്വൽ വേവിൻ്റെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റുകളുടെയും സമ്മായിരിക്കും. ഇത് കൂട്ടിയതായിരിക്കും എന്നാണ് ഇത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പാർട്ട് ബിയിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ബെൻഡിങ് ഓഫ് എ ലൈറ്റ് വേവ്സ് പാത്ത് ആസ് ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ലൈറ്റ് വേവ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റ് വേവിൻ്റെ പാത്തിന് ഒരു ബെൻഡിങ് സംഭവിക്കുന്നു. ഈ ഒരു പ്രതിഭാസമാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 2 മീഡിയം ഉണ്ട്. ഒരു മീഡിയം റെയറർ മീഡിയമാണ്, ഒരു മീഡിയം ഡെൻസർ മീഡിയമാണ്. അപ്പോൾ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് വേവ് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പാത്ത് സാധാരണ ആ ലൈറ്റ് വേവ് കടന്നു പോകേണ്ട പാത്തിൽ നിന്നും ബെൻഡ് ചെയ്ത് നോർമലിലേക്ക് അടുത്ത് വരുന്നു. അത് 1ാമത്തെ പിക്ചറിൽ കാണാൻ സാധിക്കും. 2ാമത്തെ പിക്ചർ നോക്കുക. നേരെ മീഡിയത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഡെൻസർ മീഡിയത്തിൽ നിന്നാണ് വേവ് റെയറർ മീഡിയത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് വേവ് റെയറർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ലൈറ്റ് വേവിൻ്റെ പാത്ത് അവിടെ വരച്ചിട്ടുള്ള നോർമലിൽ നിന്ന് അകന്നു പോകുന്നു. ബെൻസ് എവേ ഫ്രം നോർമൽ. ഈ 2 കാര്യങ്ങളും റിഫ്രാക്ഷനിൽ സംഭവിക്കുന്നതാണ്, മീഡിയത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് സംഭവിക്കുന്നത്. ഇത്തരത്തിൽ ലൈറ്റ് വേവ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ പാത്തിന് ബെൻഡിങ് സംഭവിക്കുന്നതിന് റിഫ്രാക്ഷൻ എന്ന് പറയുന്നു. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പാർട്ട് ബിയിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ, റീറൈറ്റ് ദ ഫോളോയിങ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ്. കുറച്ച് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ കറക്റ്റായിട്ട് എഴുതണം. അതിൽ എ എന്താണെന്ന് നോക്കാം. കോൺകേവ് മിറേഴ്സ് ആർ യൂസ്ഡ് ഇൻ വെഹിക്കിൾ ടു സീ ദ റിയർ സൈഡ്. 2ാമത്തത്, ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. 3ാമത്തത്, ദ ജിയോമെട്രിക് സെൻറ്റർ ഓഫ് ലെൻസ് ഈസ് കോൾഡ് പോൾ. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും തെറ്റാണ്. ഇതിനെ ശരിയാക്കി എങ്ങനെ എഴുതാമെന്ന് നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, കോൺവെക്സ് മിറേഴ്സ് ആർ യൂസ്ഡ് ഇൻ വെഹിക്കിൾ ടു സീ ദ റിയർ സൈഡ്. കോൺവെക്സ് മിറേഴ്സാണ് വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. 2ാമത്തത്, ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് നോർമൽ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ദ ജിയോമെട്രിക് സെൻറ്റർ ഓഫ് ലെൻസ് ഈസ് കോൾഡ് ഒപ്റ്റിക് സെൻറ്റർ. ലെൻസിൻ്റെ ജിയോമെട്രിക് സെൻറ്ററിനെ പറയുന്ന പേര് ഒപ്റ്റിക് സെൻറ്റർ എന്നാണ്, പോൾ എന്നല്ല. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനുള്ള 2 കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിളിലാണ് ലൈറ്റ് റേ വന്ന് പതിക്കുന്നതെങ്കിൽ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നതിന് പകരം ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ആ മീഡിയം വിട്ട് ലൈറ്റ് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യാതെ കംപ്ലീറ്റായി ആ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രതിഭാസമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതിന് 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ, ദ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കായിരിക്കണം ട്രാവൽ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കണ്ടീഷൻ, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാളും കൂടിയ ആംഗിളിലായിരിക്കണം. ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കൂ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അവിടെ സംഭവിക്കൂ. അപ്പോൾ ക്രിറ്റിക്കൽ ആംഗിൾ എന്താണെന്ന് അറിയണം. ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് റേ ഓഫ് ലൈറ്റ് ആ 2 മീഡിയത്തിൻ്റെയും ഇൻ്റർഫേസിലൂടെ, സെപ്പറേഷൻ ഫേസിലൂടെ കടന്നു പോകും. അതായത് ആ ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലൂടെ ലൈറ്റ് റേ വന്ന് പതിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ആംഗിളിനെയാണ് ക്രിറ്റിക്കൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് അവിടെ മൊഡ്യൂൾ 1-ൽ നിന്നും 2-ൽ നിന്നുമായിട്ട് പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പാർട്ട് സിയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ് ജനറേറ്റഡ് ബൈ എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 484 ഹെർട്സ്. ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഇസ് 330 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തത്, ഡിറൈവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ്. പാർട്ട് സിയിലെ എഫ് ഈക്വൽ ടു, അതായത് ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 454 ഹെർട്സ്. വെലോസിറ്റി, സൗണ്ട് വേവിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 330 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ വി ഈക്വൽ ടു എഫ് ലാംഡ എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. വി ഈക്വൽ ടു എഫ് ലാംഡ. അതിൽ നിന്ന് ലാംഡ ഈക്വൽ ടു വി ബൈ എഫ് എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. വി ഈക്വൽ ടു എഫ് ലാംഡ. അതിൽ നിന്ന് ലാംഡ ഈക്വൽ ടു വി ബൈ എഫ് എന്ന് എഴുതാം. വി 330 മീറ്റർ പെർ സെക്കൻഡാണ്. എഫ് 484 ഹെർട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ 0.68 മീറ്റർ എന്നാണ് വരുന്നത്. പാർട്ട് സിയിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ എലോങ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ എന്ന ഭാഗത്ത് നിന്നുള്ളതാണ്. അതായത് ഒരു പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, യൂണിഫോം സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ അങ്ങനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. y ഈക്വൽ ടു a സൈൻ ഒമേഗ t എന്ന് പറയുന്നത്. y ആക്സിസിന് അലോങ്ങുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്റ്റ് ടു y. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടുന്നു. വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ dy ബൈ dt ഈക്വൽ ടു a ഒമേഗ കോസ് ഒമേഗ ടി. എ ഒമേഗ, എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സൈൻ ഒമേഗ ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോസ് ഒമേഗ ടി എന്ന് കിട്ടുന്നത്. അതിലെ ഒമേഗ ടിയുടെ കൂടെ ഒമേഗ ഉള്ളതുകൊണ്ട് ഒമേഗ കൊണ്ട് വീണ്ടും ഗുണിക്കുമ്പോൾ എ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് വരും.
ഈ വെലോസിറ്റിയെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോഴാണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുന്നത്. d²y/dt² ഈക്വൽ ടു -a⍵² sin ωt. എ കോൺസ്റ്റൻ്റ് ആണ്, ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് -sin ωt ഇൻറ്റു ഒമേഗ, അതാണ് -a⍵² sin ωt. ഇനി ഇവിടെ എ സൈൻ ഒമേഗ ടിക്ക് നമുക്ക് y എന്ന് തന്നെ കൊടുക്കാം, കാരണം എ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇക്വേഷൻ നോക്കുക y ആണ്. അപ്പം -ω² y എന്ന് കിട്ടുന്നു. ഈ -ω² yനെ ഇക്വാലിറ്റി സൈൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് d²y/dt² പ്ലസ് ω² y ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റുന്നത്. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എഴുതുക. y ഈക്വൽ ടു a sin ωt. അതിനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ കിട്ടുന്നു. dy/dt ഈക്വൽ ടു a⍵ cos ωt. അതിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ d²y/dt² ഈക്വൽ ടു -a⍵² sin ωt എന്ന് വരുന്നു. അതിലെ a sin ωtക്ക് y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ d²y/dt² ഈക്വൽ ടു -ω² y എന്ന് വരുന്നു. ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ d²y/dt² പ്ലസ് ω² y ഈക്വൽ ടു 0 എന്ന് വരുന്നു. ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി പാർട്ട് സിയിലെ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. പാർട്ട് സിയിലെ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ വരുന്നത്, ഡ്രോ ദ റേ ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ ദ ഇമേജ് ഫോർമേഷൻ ഓഫ് എ കോൺവെക്സ് ലെൻസ് ഇൻ ദ ഫോളോയിങ് കണ്ടീഷൻസ്. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ f ആൻഡ് 2f. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ആൻഡ് കൺട്രോൾ ഓഫ് സൗണ്ട് വിത്തിൻ ബിൽഡിങ്സ്. ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു ഹാള്, അതിൻ്റെ ഉള്ളിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ആ ബിൽഡിങ്ങിൻ്റെയോ ഹാളിൻ്റെയോ ഒക്കെ പ്ലാനിങ് ചെയ്യുന്ന സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത്, അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്ങിൽ ഡീൽ ചെയ്യുന്ന കാര്യം എന്താണ്? സ്റ്റഡി ആൻഡ് കൺട്രോൾ ഓഫ് സൗണ്ട് വിത്തിൻ ബിൽഡിങ്സ്. ബിൽഡിങ്സിനകത്തെ സൗണ്ടിൻ്റെ കുറിച്ചുള്ള പഠനം, അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതികൾ, അത് ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള സൗണ്ട് എഫക്റ്റ് കിട്ടുന്ന തരത്തിൽ ബിൽഡിങ് പ്ലാനിങ് ചെയ്യുന്ന ഒരു മേഖലയാണ് അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ മിനിമൈസിങ് നോയ്സ് ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ സ്പേസസ് ആൻഡ് ഒപ്റ്റിമൈസിങ് സൗണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് വിത്തിൻ എ സ്പേസ്. അതിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് നോയ്സ് ട്രാൻസ്മിഷൻ മിനിമൈസ് ചെയ്യുക, അതായത് നോയ്സ് ആ ബിൽഡിങ്ങിനകത്ത് വരുന്നത് കൺട്രോൾ ചെയ്യുക, അതിനെ കുറയ്ക്കുക എന്നുള്ളതും, പിന്നെ ഒപ്റ്റിമൈസിങ് സൗണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്, സൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത്, അതായത് ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള സൗണ്ട് കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ബിൽഡിങ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്ങിൽ വരുന്ന ചില കാര്യങ്ങളാണ് റിവർബറേഷൻ. റിവർബറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ആഫ്റ്റർ ദ സൗണ്ട് സോഴ്സ് സ്റ്റോപ്സ് എമിറ്റിംഗ് സൗണ്ട്. അതായത് സൗണ്ട് സോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും, ഒറിജിനൽ സൗണ്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ആ സൗണ്ട് ആ ബിൽഡിങ്ങിനകത്ത് നിലനിൽക്കുന്നതിനെയാണ് റിവർബറേഷൻ എന്ന് പറയുന്നത്. വീണ്ടും ബിൽഡിങ്ങിനകത്ത് സൗണ്ട് എക്സിസ്റ്റ് ചെയ്യുക ആഫ്റ്റർ ദ സോഴ്സ് ഹാസ് സ്റ്റോപ്ഡ്, സോഴ്സ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷവും, അതിനെ റിവർബറേഷൻ എന്ന് പറയാം. എക്കോ എന്ന് പറയുന്നത് ഈസ് എ റിപ്പീറ്റഡ് സൗണ്ട് കോസ്ഡ് ബൈ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വേവ്സ് സർഫസ് ലൈക്ക് വാൾ. ഇപ്പോൾ വാളിൽ നിന്നോ സർഫസുകളിൽ നിന്നോ, സീലിംഗ്, ഫ്ലോറ്, വാള് തുടങ്ങിയ സർഫസുകളിൽ നിന്നുള്ള സൗണ്ടിൻ്റെ റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ് എക്കോ എന്ന് പറയുന്നത്. ഒറിജിനൽ സൗണ്ടും ഈ റിഫ്ലക്റ്റഡ് സൗണ്ടും വേർതിരിച്ച് കേൾക്കുന്നതാണ് എക്കോ. ഒറിജിനൽ സൗണ്ട് ക്യാൻ ബി ആൻഡ് റിഫ്ലക്റ്റഡ് സൗണ്ട് ക്യാൻ ബി സെപ്പറേറ്റ്ലി ഹേർഡ് എന്നാണ് എക്കോനെ പറയുന്നത്. നോയ്സ്, എനി അൺവാണ്ടഡ് സൗണ്ട് ഓർ സിഗ്നൽ ദാറ്റ് ഇൻ്റർഫിയർസ് വിത്ത് എ ഡിസൈർഡ് സൗണ്ട് ഓർ സിഗ്നൽ. അതായത് ആവശ്യമുള്ള ഒരു ശബ്ദത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു സിഗ്നലിൻ്റെ കൂടെ ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് അല്ലെങ്കിൽ സിഗ്നൽ കൂടി ചേരുന്നതിനെയാണ് നോയ്സ് എന്ന് പറയുന്നത്. ഏതൊരു എക്സ്റ്റേണൽ
സൗണ്ടും ഒരു ബിൽഡിങ്ങിനകത്തേക്ക് വരുന്ന ഒരു എക്സ്റ്റേണൽ സൗണ്ട് എന്ന് പറയുന്നത് നോയ്സാണ്. ഈ നോയ്സ്, എക്കോ, റിവർബറേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്ങിൽ ഡീൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ. റിവർബറേഷൻ കുറയ്ക്കുക, എക്കോ കുറയ്ക്കുക, നോയ്സ് ഇല്ലാതാക്കുക, ഇതെല്ലാം ഒരു ബിൽഡിങ്ങിലെ സൗണ്ട് ക്വാളിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലൊരു നോട്ടായിട്ട് എഴുതേണ്ടത്. അതിൻ്റെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ചിത്രം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യനാണ്. കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ. അതിൽ 2 കേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒന്ന് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, വസ്തു ഇൻഫിനിറ്റിയിലായിരിക്കുമ്പോൾ ഉള്ള കേസ് വരയ്ക്കുക. അതിവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഫോക്കസിലായിരിക്കും. ഇമേജ് പൊസിഷൻ അറ്റ് എഫ്. ഇമേജിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിമിനിഷ്ഡ്, വളരെ ചെറുതും റിയൽ ഇൻവേർട്ടഡ് ഇമേജ്, യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബമായിരിക്കും രൂപപ്പെടുന്നത്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ്, രണ്ടാമത്തെ കേസാണ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. അവിടെ ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് വെക്കേണ്ട പൊസിഷൻ എഫിൻ്റെയും 2Fൻ്റെയും ഇടയ്ക്കാണ്. ഒബ്ജക്റ്റിൽ നിന്ന് 2 ലൈറ്റ് റേസ് ലെൻസിലേക്ക് വരുന്നു. 2 ലൈറ്റ് റേസ് ഒരു റേ ലെൻസിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്നു. ഒരു റേ ലെൻസിൻ്റെ ഫോക്കസിലൂടെ, റിഫ്രാക്ഷന് ശേഷം ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഈ 2 റേസും എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്ന പൊസിഷൻ ബിയോണ്ട് 2F ആണ്. 2Fൻ്റെ അപ്പുറത്താണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇമേജിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് മാഗ്നിഫൈഡ്, എന്ന് വെച്ചാൽ വലിയ ഇമേജ് ആയിരിക്കും. റിയൽ ഇൻവേർട്ടഡ് ഇമേജ്, വലുതായ തലകീഴായ യഥാർത്ഥ പ്രതിബിംബമാണ് ഇവിടെ രൂപപ്പെടുന്നത്. ഈ 2 ചിത്രങ്ങളുമാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. പാർട്ട് സിയിലെ അടുത്ത സെറ്റ് ക്വസ്റ്റ്യനിൽ ആദ്യം വന്നിട്ടുള്ളത് ഒരു പ്രോബ്ലമാണ്. എ കൺവെർജിങ് ലെൻസ് ഫോംസ് എ റിയൽ ഇമേജ് ഇഫ് ദ ഇമേജ് ഈസ് ട്വൈസ് ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് 117 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെൻസ്. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ലെൻസ്. ക്വസ്റ്റ്യൻ്റെ മീനിങ് ഇതാണ്. കൺവെർജിങ് ലെൻസ് റിയൽ ഇമേജ് ഫോം ചെയ്യുന്നു. കൺവെർജിങ് ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസാണ്. ഇമേജ് ഈസ് ട്വൈസ് ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും ഇരട്ടി സൈസ് ഉള്ളതാണ്. ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും ഇരട്ടി സൈസ് ഉള്ളതും 117 സെൻറ്റിമീറ്റർ, ഒബ്ജക്റ്റിൽ നിന്ന് 117 സെൻറ്റിമീറ്റർ അകലെയാണ്. അപ്പോൾ ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ ശ്രദ്ധിക്കുക. M = V/U, മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷനാണ്. M = V/U = -2. ഇത് നമുക്ക് കിട്ടുന്നത് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇമേജ് ഒബ്ജക്റ്റിൻ്റെ ഇരട്ടി വലിപ്പമുള്ളതാണെന്നാണ്. അതുകൊണ്ടാണ് മാഗ്നിഫിക്കേഷൻ -2 എന്ന് എടുക്കുന്നത്. കാരണം ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും റേഷ്യോ ആണ്, സൈസിൻ്റെ റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ ഇരട്ടി വലിപ്പം എന്ന് പറയുമ്പോൾ ആ റേഷ്യോ 2 ആകും. ഇവിടെ കൺവെർജിങ് ലെൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമേജ് തലകീഴായതായിരിക്കും. അതുകൊണ്ട് മൈനസ് എന്നെടുക്കണം, -2 എന്ന് എടുക്കാം. M = -2 എന്നെടുക്കുന്നു. അതിൽ M = V/U ആണ് മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷൻ. അതിൽ നിന്ന് നമുക്ക് V = -2U എന്നെഴുതാൻ പറ്റും. ഇനി ഇവിടെ നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റ് വെച്ച ദൂരം, അതിനെ നമുക്ക് U എന്നെടുക്കാം. U ക്വസ്റ്റ്യനിൽ. അതുപോലെ ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് V എന്നും എടുക്കാം. ഒബ്ജക്റ്റിൽ നിന്ന് ഇമേജ് ഫോം ചെയ്യുന്നത് 117 സെൻറ്റിമീറ്റർ അകലെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 117 സെൻറ്റിമീറ്റർ, U + V. -U എന്നാണ് എപ്പോഴും എടുക്കേണ്ടത്. കാരണം ലെൻസിൻ്റെ സൈൻ കൺവെൻഷൻ അനുസരിച്ചിട്ട് ലെൻസിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് U എന്ന് പറയുന്നത്. അത് ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവ് എടുക്കണം. അപ്പോൾ -U + V എന്നുള്ളത് 117 ആണ്. ഇനി V എന്ന് പറഞ്ഞാൽ -2U ആണ്. അപ്പോൾ Vയുടെ സ്ഥാനത്ത് നമുക്ക് -2U എന്ന് കൊടുക്കാം. -U + -2U
ഈക്വൽ ടു 117 മൈനസ് യു പ്ലസ് മൈനസ് 2u ഈക്വൽ ടു 117 മൈനസ് യു മൈനസ് 2u ഈക്വൽ ടു 117 മൈനസ് 3u മൈനസ് 2u എന്ന് പറയുന്നത് മൈനസ് 3u ആണ്. മൈനസ് 3u ഈക്വൽ ടു 117. അതിൽ നിന്ന് u ഈക്വൽ ടു 117 ഡിവൈഡഡ് ബൈ മൈനസ് 3 ചെയ്യുമ്പോൾ മൈനസ് 39 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇനി വിയുടെ ഇക്വേഷൻ മൈനസ് 2u ആണ്. അപ്പോൾ വി ഈക്വൽ ടു മൈനസ് 2u യു എന്നുള്ളതിന് പകരം നമ്മൾ മൈനസ് 39 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ മൈനസ് 2 ഇൻറ്റു മൈനസ് 39 ഈക്വൽ ടു 78 സെൻറ്റിമീറ്റർ എന്ന് വി കിട്ടും. അപ്പോൾ വിയുടെയും യുയുടെയും വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലെൻസ് ഫോർമുല 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u എന്നുള്ള ലെൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് എഫ് 26 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഫോക്കൽ ലെങ്ത്ത് 26 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിക്കഴിയുമ്പോൾ പവർ ലെൻസിൻ്റെ പവർ 1/f എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് 1/0.26 26 സെൻറ്റിമീറ്റർ എന്നുള്ളതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോഴാണ് 0.26 എന്ന് എഴുതുന്നത്. 0.26 ഈക്വൽ ടു 3.8 ഡയോപ്റ്റർ എന്നാണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു പ്രോബ്ലം തന്നെയാണ്. ഒരു കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് തന്നിട്ടുണ്ട് -20 സെൻറ്റിമീറ്റർ എന്ന്. 20 സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കോൺകേവ് ലെൻസ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് എന്ന് എടുക്കുന്നത്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ -30 സെൻറ്റിമീറ്റർ എന്നെടുക്കുന്നു. ഇനി ലെൻസ് ഫോർമുല ഉപയോഗിച്ച് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ലെൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യം വി കണ്ടുപിടിക്കണം. അപ്പോൾ ലെൻസ് ഫോർമുല 1/v മൈനസ് 1/u ഈക്വൽ ടു 1/f. അതിൽ നിന്ന് 1/v ഈക്വൽ ടു 1/f പ്ലസ് 1/u. v ഈക്വൽ ടു f ഇൻറ്റു u ഡിവൈഡഡ് ബൈ f പ്ലസ് u എന്നെടുക്കാം. എഫിന് യുവിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -12 സെൻറ്റിമീറ്റർ എന്നാണ് ആൻസർ വരുന്നത്. വി കിട്ടിയാൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ എം കാണാൻ സാധിക്കും. എം ഈക്വൽ ടു വി ബൈ യു. വി -12 ആണ്, യു -30 ആണ്. 0.4 എന്ന് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ ലഭിക്കുന്നു. ഇവിടെ വി കാണാനുള്ള ഇക്വേഷൻ യു ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ് എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് 2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ മൊഡ്യൂൾ 1 നിന്നും 2 നിന്നും വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത് മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ എളുപ്പമുള്ള 1-2 പ്രോബ്ലംസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അവസാനം പറഞ്ഞിട്ടുള്ള കോൺകേവ് ലെൻസിൻ്റെ പ്രോബ്ലം, അതുപോലെ മുമ്പ് കാണിച്ചിട്ടുള്ള മൊഡ്യൂൾ 1 നിന്നുള്ള വി ഈക്വൽ ടു എഫ് ലാംഡ ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രോബ്ലം, അതുപോലെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്, ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്.